സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. മറ്റൊരു പുതിയ ദിവസം നൽകിയ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് നിറയ്ക്കാം. അപ്പോൾ ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മെ പിന്തുടരും. നിങ്ങളുടെ ആദ്യത്തെ സമയം ദൈവത്തിന് കൊടുക്കുക. ബാക്കിയുള്ള സമയത്ത് നീ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നത് എല്ലാം സാധിക്കുമെന്ന് വചനം പറയുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും അവന്റെ വചനം അനുസരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ഒരുക്കത്തോടെയാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 15 വാക്യം വായിക്കുന്നു, കേൾക്കുക. സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ ഇടയായി. അവൻ അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ശിഷ്യന്മാർ ആ വിഷയത്തെ വിശ്വസിച്ചില്ല. ആ കാലത്തുണ്ടായിരുന്ന ശിഷ്യന്മാർ ആ വിഷയത്തെക്കുറിച്ച് സംശയത്തോടെ ആയിരുന്നു. അവർ എല്ലാവരും ഒരുമിച്ച് ഒരു മുറിയിലായിരിക്കുമ്പോൾ കർത്താവ് അവിടേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ 2 ശിഷ്യന്മാർ എമ്മവുസ് എന്ന ഗ്രാമത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു. അവർ 2 പേരും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതുപോലെ കുറെ സ്ത്രീകൾ കല്ലറയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ശൂന്യമായിരുന്ന കല്ലറ കണ്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നു എന്ന വിഷയത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പലപ്പോഴും നാം പല വിഷയങ്ങളെക്കുറിച്ചും സംഭാഷണങ്ങൾ നടത്താറുണ്ട്, അതായത് സംസാരിക്കാറുണ്ട്. ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, അതുപോലെ നമ്മുടെ ഭവനത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ, അതുപോലെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, എന്നാൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നാം പറയാറുണ്ട്. നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്ന് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും സംസാരിക്കാറുണ്ട്. ചില സമയത്ത് നമുക്കിഷ്ടമുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് വളരെ ആവേശത്തോടുകൂടി, ആശയോടുകൂടി നാം സംസാരിക്കാറുണ്ട്. അതുപോലെ മരിച്ചുപോയ ചില വ്യക്തികളെക്കുറിച്ച് നാം നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാം അവർ എത്രത്തോളം പ്രയോജനമുള്ള വ്യക്തികളായിരുന്നു എന്ന്, അവരുടെ നന്മയെക്കുറിച്ചൊന്നും നാം അവരോട് പറഞ്ഞില്ലായിരിക്കുന്നുവെങ്കിലും അവരുടെ മരണശേഷം അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നാം വളരെ കൂടുതൽ സംസാരിക്കാറുണ്ട്. ഇവിടെ യേശുക്രിസ്തു ചെയ്ത അത്ഭുത കാര്യങ്ങളെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചും അവൻ ക്രൂശിൽ വേദന അനുഭവിച്ച് മരിച്ച വിഷയത്തെക്കുറിച്ചും അവനെ അടക്കിയതായ വിഷയത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചുകൊണ്ട്, അതേസമയം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ വിഷയത്തെ സംബന്ധിച്ച് വളരെ സംശയാസ്പദമായി, അവൻ ഉയർത്തെഴുന്നേറ്റോ, അങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമോ, മരിച്ച വ്യക്തി എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന രീതിയിൽ സംശയത്തോടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് യേശു താൻ അവരോട് കൂടെ വന്ന് അവരോടൊപ്പം നടന്നു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ഉയർത്തപ്പെട്ടതായ കർത്താവ് അവരോടൊപ്പം നടക്കുവാനിടയായി എന്ന് ബൈബിളിൽ പറയുന്നു. നോക്കൂ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായിരിക്കുന്നതായ ദൈവമാണ്. അവൻ മരിച്ചുപോയ ദൈവമല്ല, യേശുക്രിസ്തു ജീവിക്കുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഈ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് യേശുക്രിസ്തു തന്നെത്താൻ വന്ന് അവരോടൊപ്പം നടക്കുകയും അതുപോലെ അവരോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. ഏതോ ഒരു അപരിചിതനായ വ്യക്തി നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനനുസരിച്ച് നാം സംസാരിക്കുന്നു എന്ന രീതിയിൽ അല്ലാതെ അവനാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ളതായ വിഷയം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പല സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാമോ, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവനെ കണ്ടെത്തുവാൻ കഴിയും. ഇന്ന്
നമ്മുടെ ഇടയിൽ അനേകം ആളുകൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? സത്യാന്വേഷണത്തിലായിരിക്കുന്ന വ്യക്തി സത്യം കണ്ടെത്തും. യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ 2 ശിഷ്യന്മാരും യേശുക്രിസ്തുവിനെക്കുറിച്ച് ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി സംസാരിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ ഭാവി എന്തായിത്തീരും, നമ്മുടെ ജീവിതം എന്തായിത്തീരുമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. നമ്മളും ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും നഷ്ടവും ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സമയം, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ദൈവം പോലും എന്നെ കൈവിട്ടിരിക്കുന്നു എന്ന സ്ഥിതിയിൽ നാം ചിന്തിക്കാറുണ്ട്. നിങ്ങളും അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി പോകുന്നവരാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം, ശരീരത്തെ ബാധിച്ച രോഗം കാരണം, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതിരിക്കുന്നതായ അവസ്ഥകളിലും പെട്ടെന്ന് സംഭവിക്കുന്ന ആപത്തിലും പെട്ട് എത്രയോ പേർ ദുഃഖിക്കുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് നടക്കുന്ന മരണത്തെയോർത്ത് അത് സഹിക്കുവാൻ കഴിയാതെ ആ കുടുംബക്കാർ ദുഃഖിക്കുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന കർത്താവുണ്ട് എന്നും നമ്മെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞതായ കർത്താവ് നമ്മോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട് എന്നും നമുക്ക് വിടുതൽ നൽകണമെന്നും നമുക്ക് സമാധാനം നൽകണമെന്നും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നൽകണമെന്നും ആഗ്രഹിച്ച് നമുക്ക് സൗഖ്യം നൽകണമെന്നും ആഗ്രഹിച്ച് നമ്മോട് കൂടെ വരുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യേശുക്രിസ്തുവുമായിട്ട് നല്ല ബന്ധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും എന്ന് പറഞ്ഞതായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞിരിക്കുന്നത് നിനക്ക് കാണാം. പലപ്പോഴും ആ ദൈവം നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്, എന്നാൽ നാം അവനെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഭക്തനായ ഇയ്യോബ് ഒരുപാട് കഷ്ടതയിൽ കൂടി കടന്നുപോയി. പല രീതിയിലും പരീക്ഷിക്കപ്പെടുവാൻ ഇടയായി. അനേക കഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് സംഭവിച്ചു. ആസ്തികളെല്ലാം നഷ്ടപ്പെട്ടു, വസ്തുവകകളെല്ലാം പോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു, പല രീതിയിൽ താൻ വേദന അനുഭവിച്ചു. അങ്ങനെയുള്ള സമയത്ത് തന്നെ സ്നേഹിക്കുന്ന കർത്താവ് തൻ്റെ കൂടെയുണ്ട് എന്നും അവൻ തന്നെ ഉപേക്ഷിക്കുകയില്ല എന്നും വിശ്വസിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നു, കേൾക്കുക. അവൻ എൻ്റെ അരികെ കൂടി കടക്കുന്നു, ഞാൻ അവനെ കാണുന്നില്ല. അവൻ കടന്നു പോകുന്നു, ഞാൻ അവനെ അറിയുന്നതുമില്ല. എന്താണ്? അവൻ എൻ്റെ അരികെ കൂടി കടക്കുന്നു, ഞാൻ അവനെ കാണുന്നില്ല. അവൻ കടന്നു പോകുന്നു, ഞാൻ അവനെ അറിയുന്നതും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നതായ കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മെ കടന്നുപോകുന്നതായ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നാം വേദനയാലും ദുഃഖത്താലും നിറഞ്ഞിരിക്കുമ്പോൾ, അവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ, കണ്ണുനീരോടുകൂടിയായിരിക്കുമ്പോൾ, നമ്മുടെ കഷ്ടതയെയും ബുദ്ധിമുട്ടിനെക്കുറിച്ച് നാം എപ്പോഴും ആലോചിച്ചുകൊണ്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ, നമ്മുടെ മുൻപിൽ വരുന്നതായ കർത്താവിനെപ്പോലും തിരിച്ചറിയാൻ കഴിയില്ല. മഗ്ദലക്കാരത്തിയായ മറിയ ശൂന്യമായിരിക്കുന്ന കല്ലറ കണ്ടുകൊണ്ട് കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി എന്ന് വിചാരിച്ച് കരയുകയാണ്. ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് ചോദിച്ചു, മകളെ, എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് തിരയുന്നത് എന്ന് പറഞ്ഞ് അവളോട് സംസാരിച്ചു. എന്നാൽ അവൻ തോട്ടക്കാരനാണെന്നാണ് അവൾ കരുതിയത്. അവനെ തിരിച്ചറിഞ്ഞില്ല. അതുപോലെ നമ്മൾ അനേക പ്രാവശ്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കും, എന്നാൽ നാം വിശ്വസിക്കില്ല. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കും. എന്നാൽ നാം ചോദിക്കുന്ന നിമിഷം തന്നെ നമ്മെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വിഷയം നാം വിശ്വസിക്കില്ല. കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കും. എന്നാൽ നീ പ്രാർത്ഥിച്ചതായ അടുത്ത ക്ഷണം തന്നെ കർത്താവ് കരം നീട്ടി നിന്നെ സഹായിച്ചു, നിന്നെ ആശ്വസിപ്പിച്ചു എന്നത് നീ ഓർക്കില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്തുണ്ടായിരിക്കുന്ന കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നതായ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നാം ശ്രദ്ധിക്കുന്നതുമില്ല. പ്രിയ സഹോദര, സഹോദരി, ഏതെങ്കിലും ദുഃഖത്താൽ നീ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാതെ ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ കഴിയും എന്നോർത്തുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുകയാണോ? ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്ന നിങ്ങൾ മക്കളെക്കുറിച്ചോർത്ത് ദുഃഖിക്കുകയാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, ദൈവത്തെ ഭയമില്ലാത്തവരായി, മാതാപിതാക്കളെ ബഹുമാനമില്ലാത്തവരായി മാറിയിരിക്കുന്നു. മക്കളെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു, എന്നാൽ മക്കളെല്ലാം നമ്മെ വിട്ടിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദുഃഖിക്കുകയാണോ? നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ കർത്താവ് നിന്റെ സമീപത്ത് തന്നെയുണ്ട്. നിന്റെ കൂടെയുണ്ടവൻ. ഈ സമയത്ത് വിശ്വാസത്തോടെ കർത്താവിലേക്ക് നോക്കിയാൽ അവൻ്റെ സ്വരത്തെ തിരിച്ചറിയാൻ കഴിയും. എമ്മോസിലേക്ക് പോകുന്നതായ 2 ശിഷ്യന്മാരോടൊപ്പം കർത്താവ് നടന്ന്
അവരോട് സംസാരിച്ച് ലേഖനങ്ങളെക്കുറിച്ച് അവരോട് സംസാരിച്ചുകൊണ്ട് അവർ വീട്ടിൽ എത്തുന്നതുവരെയും അവരുടെ കൂടെ പോയി. എന്നാൽ അപ്പോൾ വരെയും അവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ ലേഖനങ്ങളിൽ നിന്ന് അവരോട് സംസാരിച്ചതനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ അവർക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ ഇടയായി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരുന്നതായ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കാനിടയാകും. പരിഹാരത്തിനുള്ള മാർഗങ്ങൾ കാണിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ചോദ്യങ്ങൾ, നിന്റെ സംശയങ്ങൾ, നിന്റെ ആശയക്കുഴപ്പങ്ങൾ, നിന്റെ ചോദ്യങ്ങൾക്കുള്ളതായ മറുപടികൾ, ഇവയെല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ വചനത്തിൽ കൂടി നമുക്ക് ലഭിക്കാനിടയാകും. അവൻ്റെ വചനം ധ്യാനിക്കുന്നവൻ ശുദ്ധഹൃദയത്തോടെ വിശുദ്ധിയോടുകൂടി ആയിരിക്കും. തൻ്റെ ഹൃദയത്തെ വിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിക്കും. തൻ്റെ ഹൃദയത്തിൽ സമാധാനത്തെ അനുഭവിക്കും. ഈ ശിഷ്യന്മാർ വീട്ടിൽ എത്തിയതിനു ശേഷം കർത്താവ് തങ്ങളോട് സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 32 വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലോ എന്നവർ തമ്മിൽ പറഞ്ഞു. അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, തിരുവെഴുത്തുകളിൽ നിന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, തിരുവെഴുത്തുകളിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിയിരുന്നല്ലോ. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായ ഒരു പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധീകരണം സംഭവിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയുന്ന കൃപ ലഭിക്കുന്നു. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകും. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനിടയാകും. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ ദൃശ്യമായിരിക്കുന്നതെല്ലാം അനിത്യമാണെന്നും അദൃശ്യമായിരിക്കുന്നതെല്ലാം നിത്യമാണെന്നും നാം മനസ്സിലാക്കണം. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്രയോ ഉണ്ട്. അവനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. എന്നാൽ നീ കർത്താവിന്റെ മുൻപിൽ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന്റെ വചനത്തെ ധ്യാനിച്ചാൽ എത്രയോ അത്ഭുതകരമായ മനോഹരമായ കാര്യങ്ങളാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്, ഒരുക്കുവാൻ പോകുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതിയെ നിനക്ക് മനസ്സിലാക്കുവാനും വ്യക്തമായിട്ട് കഴിയും. അതുകൊണ്ട് അനാവശ്യമായ ദുഃഖത്തോടെ, അനാവശ്യമായ നിരാശയോടെ, അനാവശ്യമായ ചിന്തകളോടെ നമ്മൾ ഇനിയും ജീവിക്കാതെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ജീവിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളെ വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. നിങ്ങൾ സങ്കടത്തോടെ ആയിരിക്കുമ്പോൾ, ദുഃഖത്തോടെ ആയിരിക്കുമ്പോൾ ഇറങ്ങിവന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നതായ ദൈവമാണ്. അതെ, അവൻ ജീവനുള്ളവനാണ്. ഈ യേശുക്രിസ്തുവിൽ നിങ്ങളും വിശ്വാസം വയ്ക്കുക. നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതലുണ്ട്. സകല രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്. എനിക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നൽകാൻ ഒരുക്കമുള്ളവനാണ്. അത് ഉദരഭരത്തിന് വിഷയമാകട്ടെ, നിങ്ങളുടെ ജോലിയുടെ വിഷയമാകട്ടെ, അതുപോലെയുള്ളതായ മറ്റു വിഷയങ്ങൾ, ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിനോട് നിലവിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് കഴിയും. ഈ ശിഷ്യന്മാർ തങ്ങളോടൊപ്പം കർത്താവ് നടന്നുവെന്നും ആ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്നും ആരോ പറഞ്ഞ സമയത്ത് അവരും അത് വിശ്വസിച്ചു. യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിവീൻ എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അവന്റെ സ്പർശനത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നോടൊപ്പം തലകളെ വണക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്നതായ സകല വ്യക്തികളെയും നീ ദർശിക്കണമേ. പല തവണകളിലും ഒരുപാട് പ്രശ്നങ്ങളാൽ, വേദനകളാൽ
പരിഹാരം ലഭിക്കാത്തതായ പോരാട്ടത്തിൽപ്പെട്ട് അസ്വസ്ഥരാകുമ്പോൾ നീ ഞങ്ങളുടെ കൂടെ നടക്കുന്ന, ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവാകുന്നുവെന്ന്, ഞങ്ങളോട് കൂടെ നടക്കുന്ന ദൈവമായി, ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്നതിന് വേണ്ടി, ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നതിന് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. എമ്മോവസിലേക്ക് പോയ ആ ശിഷ്യന്മാരോടൊപ്പം നീ നടന്ന് അവരോട് ലേഖനങ്ങളെക്കുറിച്ച് സംസാരിച്ചതായ സമയം അവരുടെ ഹൃദയങ്ങൾ കത്തിയതുപോലെ തന്നെ ഞങ്ങളെയും ജ്വലിപ്പിക്കണമേ. അന്ധകാരം നിറഞ്ഞ ഇരുളടഞ്ഞ വഴിയിൽ കൂടി ഞങ്ങൾ നടക്കുമ്പോൾ എന്തു ചെയ്യണം, എവിടേക്ക് പോകണം എന്നുള്ളതായ ആശയമില്ലാതിരിക്കുമ്പോൾ, പലവിധമായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഞെരുങ്ങുന്നതായ സമയത്ത് ഞങ്ങളെ വിടുവിക്കുന്നതായ കർത്താവുണ്ട് എന്നും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ദുഃഖത്തിൽ അകപ്പെട്ട് വീണുപോകാതെ വിശ്വാസത്തിൽ ഉറച്ച് മുൻപിലേക്ക് നോക്കുവാനായിട്ട് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ വ്യക്തികളെയും നീ സഹായിക്കുമാറാകണമേ. അത് ശാരീരിക രോഗത്താൽ വന്ന ബുദ്ധിമുട്ടാകട്ടെ, കുടുംബ പ്രശ്നങ്ങൾ കാരണമുണ്ടായതായ അസമാധാന അവസ്ഥ ആകട്ടെ, കടബാധ്യതയിൽ കൂടി കടന്നു വന്നതായ ദുഃഖം ആകട്ടെ, ഏതു തരത്തിലുള്ളതായ പ്രശ്നം ആണെങ്കിലും ക്രൂശിൽ നീ ചെയ്ത ത്യാഗത്തിൽ കൂടി ഇതിനൊരു വിടുതൽ ഉണ്ടെന്നും നീ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ വിലയേറിയ രക്തത്താൽ ഞങ്ങൾക്ക് പാപക്ഷമ ലഭിക്കുന്നു എന്നും നീ ഞങ്ങളുടെ സകല പാപങ്ങളെയും അഴിച്ചുമാറ്റി ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നതായ ദൈവമാകുന്നു എന്ന് വിശ്വസിക്കുവാൻ സഹായിക്കണമേ. ജീവിക്കുന്നതായ ക്രിസ്തുവിനെ ഞങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. പലവിധ പ്രശ്നത്തിൽ ആയിരിക്കുന്നവരെ വിടുവിക്കണമേ. സകല ഭാരങ്ങളും വേദനകളും അറിയുന്ന ദൈവം ആയതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ ആണിപ്പഴുതുള്ള കരം നീട്ടിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ, അവർക്ക് വിടുതൽ കൊടുക്കണമേ. ഞങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ സംഭവിച്ചാലും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ സഹായിക്കണമേ. നിന്നിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്നു, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ഞെരുക്കത്തിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും. അവൻ നമ്മോട് കൂടെയിരുന്ന് നമ്മെ ബലപ്പെടുത്തും. അവൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ നമ്മെ സഹായിക്കും. കർത്താവിന്റെ ഹിതമകൾ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന് മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ